എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 ഇന്ന് ആരംഭിക്കുന്നു. ഈ 9ാമത്തെ അധ്യായത്തിലെ കുരരപ്പക്ഷി, അർഭകൻ, കരുവാൻ, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ, കുമാരി എന്നിങ്ങനെ 7 ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒട്ടാകെ 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞ ശേഷം 25ാമത്തേത് വിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് കാരണമായ അദ്ദേഹത്തെ കൂടി ഗുരുവായിട്ട് വർണ്ണിച്ചു. ഒരു കുരരപ്പക്ഷിക്ക് യാദൃച്ഛികമായി ഒരു മാംസ കഷ്ണം കിട്ടി. അതിനെ തിന്നാൻ ഭാവിക്കുമ്പോൾ വേറെ അനവധി പക്ഷികൾ അതിന്റെ 4 പുറവും കൂടി കൊത്തിയും മാന്തിയും ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങി. കുറെ നേരം ഈ കൊത്തും കൊണ്ട് പറന്നു കുരരപ്പക്ഷി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ബുദ്ധി തോന്നി ആ കുരരപ്പക്ഷിക്ക്. ആ പക്ഷി തന്റെ കൊക്കിലുള്ള മാംസം ഉപേക്ഷിച്ച് പറന്നു. അപ്പോ ബാക്കിയുള്ള പക്ഷികളെല്ലാം കുരരപ്പക്ഷിയെ വിട്ടിട്ട് മാംസത്തിന്റെ പിന്നാലെ പോയി. അപ്പൊ സാധാരണ ലൗകികന്മാര് മോഹിക്കുന്ന കാമിനീ കാഞ്ചനാദികളെ കൈവശം വെച്ചാൽ അന്യന്മാരുടെ ശല്യം ഉണ്ടായിരിക്കുമെന്ന് കുരരപ്പക്ഷി പഠിപ്പിച്ചു. ചെറിയ കുട്ടികൾക്ക് മാനാപമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ തന്നെത്താനിങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന പോലെ മാനാപമാനങ്ങൾക്ക് വശംവദനാകാതെ ആത്മാവായ ഭഗവാങ്കൽ ലയിച്ചിരിക്കണം എന്ന് അർഭകങ്കൽ നിന്നും പഠിച്ചു. കൂട്ടുകെട്ട് കലഹത്തിന് കാരണമാണെന്ന് ഒരു കുമാരിയിൽ നിന്നും പഠിച്ചു. വഴിപോക്കർക്ക് ചോറ് കൊടുക്കാൻ ഒരു പെൺകുട്ടി നെല്ല് കുത്തുമായിരുന്നു. കുറെ വളകൾ ഇട്ടിട്ടുണ്ട് ആ പെൺകുട്ടി. അപ്പൊ നെല്ല് കുത്തുമ്പോ അങ്ങനെ ശബ്ദം കേൾക്കണം. അപ്പൊ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വള അഴിച്ചു വെച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ഓരോ വളയായിട്ട് അഴിച്ചു വെക്കാൻ തുടങ്ങി. ഓരോ കൈന്മേല് 2 വളകളുള്ള സമയത്തും ശബ്ദമുണ്ടായി. ഓരോ കൈയിലും ഓരോ വളകളായപ്പോ തീരെ ശബ്ദമുണ്ടായില്ല. അപ്പൊ സന്യാസി ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെന്നും കൂട്ടുകെട്ട് കലഹത്തിന് കാരണമാണെന്നും ആ പെൺകുട്ടിയിൽ നിന്നും പഠിച്ചു. ഇരയെ തേടി നടക്കുന്ന ഒരു പാമ്പ് എലിയുടെ മാളത്തിൽ കടന്ന് എലിയെ തിന്നുകയും ആ മാളത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പൊ ദൈവദത്തമായ ആഹാരത്താൽ തൃപ്തിപ്പെടുകയും ദൈവനിർമ്മിതമായ ഗുഹയിലോ വൃക്ഷത്തണലിലോ കിടന്നുറങ്ങുകയും ചെയ്യാമെന്നും വീടൊക്കെ പണി ചെയ്ത് വീട്ടു സാമഗ്രികൾ സമ്പാദിച്ച് സുഖിക്കാൻ നോക്കുന്നത് അതിദുഃഖത്തിന് കാരണമാവുമെന്നും സർപ്പം പഠിപ്പിച്ചു. എട്ടുകാലി തന്നിൽ നിന്നുണ്ടായ നൂലുകൊണ്ട് വല കെട്ടി ആ വലയിൽ ഇരുന്ന് ആഹാരം സമ്പാദിച്ച് സുഖിച്ച് ഒടുവിൽ വല തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഈശ്വരനും തന്നിൽ നിന്നും തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവരൂപേണ പ്രപഞ്ചത്തിലിരുന്ന് സുഖദുഃഖങ്ങളെ അനുഭവിച്ച് ഒടുവിൽ പ്രപഞ്ചത്തെ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു എന്നുള്ളത് എട്ടുകാലി പഠിപ്പിച്ചു. വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കി പുഴുവിനെ കൊണ്ടുവന്ന് കൂട്ടിലാക്കി കൊമ്പുകൊണ്ട് അതിനെ കുത്തി പേടിപ്പിച്ച് കൂട് അടച്ചിടുന്നു. കൂട്ടിൽ കിടക്കുന്ന പുഴു ഭയത്താൽ വേട്ടാളനെ തന്നെ ചിന്തിച്ച് സ്വയം വേട്ടാളന്റെ സ്വരൂപത്തെ പ്രാപിച്ച് കൂട് പൊട്ടിച്ച് പറന്നു പോകുന്നു. ഇതുപോലെ ഭഗവാനെ നിരന്തര ധ്യാനം ചെയ്താൽ ജീവനും ഈശ്വരനായി തീരാൻ സാധിക്കുമെന്ന് വേട്ടാളൻ പഠിപ്പിച്ചു. മലമൂത്രങ്ങൾ നിറച്ചതും ക്ഷണഭങ്കുരവും രോഗങ്ങളുടെ ആവാസസ്ഥാനവുമായതിനാൽ ദേഹം വൈരാഗ്യത്തെ തരുന്ന ഗുരുവുമാണ്. അതുപോലെ ഈശ്വരഭജനത്തിനും തത്വചിന്തയ്ക്കും തദ്വാരാ മോക്ഷത്തിനും കാരണമാണ് ദേഹം എന്നതുകൊണ്ട് വിവേകത്തിനും ദേഹം ഗുരുവായി ഭവിക്കുന്നു. ഇപ്രകാരം 25 ഗുരുക്കന്മാരുടെ കഥ ദത്താത്രേയനിൽ നിന്നും ശ്രദ്ധിച്ചു കേട്ട യദു മഹാരാജാവ് ജീവൻ മുക്തനായി. ഭഗവാൻ പറയാണ്, അതുപോലെ ഹേ ഉദ്ധവ, അങ്ങയ്ക്കും ഈ ഗുരുക്കന്മാരിൽ നിന്നും വിവേകത്തെ സമ്പാദിച്ച് സർവസംഗ പരിത്യാഗം ചെയ്യാൻ സാധിക്കുന്നതാണ്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ 9ാധ്യായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരിഗ്രഹോ ഹി ദുഃഖായ യത് യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്ത്വകിഞ്ചന. 9ാമത്തെ അധ്യായത്തിലെ ആ കുരരാദികളിൽ നിന്നും സ്വദേഹത്തിൽ നിന്നും പഠിച്ചതും അവധൂത ബ്രാഹ്മണവാക്യം കേട്ട യദു കൃതാർത്ഥനായി എന്നതും ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു. മനുഷ്യർക്ക് ഏതേതു സാധനം ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നുവോ
അതിനെ പ്രേമപൂർവം സ്വീകരിക്കുന്നത് ദുഃഖകാരണമാകുന്നു എന്ന തത്വം അറിഞ്ഞ ഏതൊരുവൻ ഒന്നിനെയും ഇഷ്ടസാധനമായി നിയമിക്കാതെയും ബലമായിട്ട് അവലംബിക്കാതെയും ഇരിക്കുന്നുവോ അവൻ അളവറ്റ പരമസുഖം പ്രാപിക്കുന്നു. സാമിഷം കുരരം ജഘ്നു ബലിനോ യേ നിരാമിഷാഃ തദാമിഷം പരിത്യജ്യ സസുഖം സമവിന്ദത. ഒരു കുരരപക്ഷിയെ ദൃഷ്ടാന്തമായിട്ട് കാണിച്ചുകൊണ്ട് ഈ സംഗതി സ്പഷ്ടമാക്കുന്നു. മാംസം പരിഗ്രഹിച്ചു കൊണ്ടുവരുന്ന ഒരു കുരരപക്ഷിയെ കണ്ടപ്പോ ആ മാംസം അപഹരിക്കാൻ വേണ്ടി ആ കുരരപക്ഷിയെ ഉപദ്രവിച്ചു. അപ്പൊ ആ കുരരം മാംസഖണ്ഡത്തെ അങ്ങോട്ട് വിട്ടുകളഞ്ഞു, ഉപേക്ഷിച്ചു. അപ്പൊ പക്ഷികള് കുരരപക്ഷിയെ ഉപദ്രവിക്കാതെ ആ മാംസകഷ്ണവും എടുത്തുകൊണ്ട് പോയി. അതിനാൽ കൈവശം വല്ലതും ഉണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകുമെന്ന് കുരരത്തിൽ നിന്നും ഞാൻ പഠിച്ചു എന്ന് പറയുന്നു യോഗീശ്വരൻ. നമേ മാനാവമാനോസ്തു ന ചിന്താഗേഹപുത്രിണാം ആത്മക്രീഡാത്മരതി വിചരാമേഘപാലവത്. ചെറിയ കുട്ടിയിൽ നിന്ന് പഠിച്ചത് പറയണം. അന്യരിൽ നിന്ന് സിദ്ധിക്കാവുന്ന മാനവും അപമാനവും അത് നിമിത്തമുണ്ടാകുന്ന സുഖവും ദുഃഖവും ഒന്നും എനിക്കില്ല. വീടും കുട്ടികളും ഉള്ളവർക്കുണ്ടാകുന്ന ചിന്തയും എനിക്കില്ല. ആത്മാവിൽ തന്നെ കളിയും ആനന്ദവും പ്രകാശിപ്പിച്ചുകൊണ്ട് മാനാപമാനങ്ങളില്ലാത്ത കുട്ടിയെ പോലെ ഞാൻ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു. എന്റെ വിനോദസ്ഥാനവും ആനന്ദസ്ഥാനവും എല്ലാം ആത്മാവ് തന്നെ. എനിക്ക് ആത്മവിചാരം മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് കളിക്കാൻ ആരും വേണ്ട, തന്നെത്താനെ കളിച്ചോണ്ടിരിക്കും അല്ലെ. അതുപോലെ മാന അപമാന ജ്ഞാനമൊന്നും അവർക്കില്ല. ഈ അവസ്ഥ ബാലനിൽ നിന്ന് ഞാൻ പഠിച്ചു. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദാപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗത. ബാലകന് മാന അപമാനമൊന്നുമില്ല, ആത്മജ്ഞാനവും ഇല്ല. മാനാപമാനം ഇല്ലാത്തത് കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാകണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ ഈ ബാലകന്റെ ഉപമ പറഞ്ഞത്? രണ്ടുപേർക്ക് മാത്രമേ വിചാരം ഇല്ലാതെ ഇരിക്കുള്ളൂ. അവര് രണ്ടുപേരും മാത്രം അങ്ങനെ പരമാനന്ദത്തിൽ മുങ്ങിയവരുമാണ്. അവരിൽ ഒരാള് കളിയിൽ ആസക്തനും ഒന്നും അറിയില്ലാത്തവനുമായ ബാലൻ, ചെറിയ കുട്ടി. മറ്റാള് സത്വരജസ് തമോ ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും കടന്ന് ജഗന്നിയന്താവായ പരമാത്മാവിനെ അറിഞ്ഞ ജ്ഞാനി. ബാഹ്യ ചിന്തയില്ലാതെയും ഒന്നിലും സ്ഥിരമായി ശ്രദ്ധിക്കാതെയും ഇരിക്കുക എന്ന സംഗതി കാണിക്കാനാണ് ബാലകന്റെ ഉപമ പറഞ്ഞത്. ജ്ഞാനപൂർവം വിഷയങ്ങളിൽ താല്പര്യമില്ലാതാകുമ്പോൾ ഗുണാതീതനായ ഈശ്വരനെ അറിഞ്ഞ് ഭേദബുദ്ധി നശിക്കും. അപ്പോ പരമാനന്ദം അനുഭവമാകുന്നു. അതിനാൽ ജ്ഞാനിക്കും വിഷയചിന്തയ്ക്ക് അവകാശമില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.